ഹലോ ഗായ്സ്, നമ്മൾ നാട്ടിലുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി എടുക്കണം. അതിനൊരു കമ്പിളി, ആദ്യം ഒരു ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് ആദ്യം അടിയിലിട്ട് അതിലാണ് നമ്മളെ സാധനങ്ങൾ ഇടാൻ പോണത്. അപ്പോൾ അതിൽ നമ്മളെ സാധനങ്ങൾ പൊറുക്കി വെക്കണം വേണ്ടി അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ബെഡ്ഷീറ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേ പൊട്ടുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതോട് കൊണ്ടുപോയാലും അവിടെ ചെന്നാൽ കംപ്ലൈൻറ്റ് തന്നെയാണ്. അപ്പോൾ സ്പ്രേ ഐറ്റങ്ങളായിട്ടും പാല്, അതിങ്ങനെ ഓരോരോ ഐറ്റങ്ങളുണ്ട്. അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അടുക്കി വെച്ച് പോകും. ഈ കണ്ട സാധനങ്ങളൊക്കെ കുട്ടികൾക്കുള്ളതാണ്. അതൊരാളതാണ്, അങ്ങനെ തനിച്ചൊരു പാർസലാക്കി വെച്ചില്ല. അപ്പം അങ്ങനെ ഓരോ സാധനങ്ങളാക്കി കൊണ്ടുപോയി ഇവിടെ എത്തിയാൽ ഇപ്പം ഇനി ഇതിനൊരു അടി ഉണ്ടാവും. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊറുക്കി വെച്ച് അങ്ങനെ പോകണം. അതാ സാധനമുണ്ട്. ഹലോ ഗായ്സ്, അപ്പം അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പൗഡറായിട്ടും കൺമശിയായിട്ടും സാധനങ്ങളായിട്ടും അങ്ങനെ ഓരോന്നിങ്ങനെ നിറച്ചിരിക്കുകയാണ്. അന്തരിപ്പരിപ്പ്, മണ്ടിപ്പരിപ്പ്, അമൃതാജം മുതലത്തുള്ള ലോകത്തുള്ള എല്ലാ സാധനവും വാങ്ങി പെട്ടി ഫുള്ളാക്കിയിരിക്കണു ഞാൻ. അപ്പം അങ്ങനെ പെട്ടി ഫുള്ളാക്കി കഴിഞ്ഞ് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. നമ്മളങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ പോകാനുള്ള പുറപ്പാടിലായി. നമ്മൾ പുറത്തെത്തി, അങ്ങനെ എയർപോർട്ടിലെത്തി. നമ്മൾ വണ്ടി കയറ്റി അങ്ങനെ പോയി. അവിടെ ഇരിക്കാനുള്ള ഐഡിയയിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എയർപോർട്ടിലിങ്ങനെ ബോർഡിംഗ് പാസിന് വേണ്ടി നിൽക്കുകയാണ്. ബോർഡിംഗ് പാസ് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ എയർപ്ലെയിൻ കണ്ടു. അവിടുന്ന് പൊട്ടി നമ്മളങ്ങനെ എയർപ്ലെയിൻ കയറാനുള്ള ബസ്സും കയറി. അങ്ങനെ എയർപ്ലെയിനിൽ കയറിക്കൊണ്ട് അതിൻ്റെ കോണിൽ കൂടി അങ്ങനെ കോണി കയറി മേലെ എത്താറായിരിക്കണം. അതിൻ്റെ വാക്കൊക്കെ എത്തിക്കണത് എത്തോനെ നോക്കിയാണ് വിളിക്കാതെ പോയി. അപ്പോൾ അത് ആ എയർപ്ലെയിൻ്റെ ഡോറിൻ്റെ വക്കിലെത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറാനായി കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കയറണോ നേരെ എത്തിക്കണേ. ഡോർമ നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലെത്തി. ഉള്ളിൽ കൂടി അങ്ങനെ നടന്നു പോവാണ്. അതിനുള്ളിൽ എത്തിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എയർപ്ലെയിൻ ഇറങ്ങിക്കൊണ്ട് നമ്മൾ പൊട്ടിയും തള്ളി പുറത്തേക്ക് നമ്മൾ ആൾക്കാരുണ്ടോ നോക്കുക. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മളെ പെരിയിലും എത്തി. അങ്ങനെ കുട്ടികളെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ കാറിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിൽ കുട്ടികളൊക്കെ പോടെ കെട്ടിപ്പിടിച്ച്, കാണാത്ത കുട്ടികളും കണ്ട കുട്ടികളൊക്കെ ഉണ്ടായില്ല. അറിയാത്ത കുട്ടികളുണ്ട്. ഐറ്റകളൊക്കെ ആരെയും പറഞ്ഞിട്ടാണ് കപ്പ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒക്കെ കണ്ട സന്തോഷത്തിൽ ഞാനും ഒന്ന് ഇറങ്ങി. എല്ലാവരും കണ്ട സന്തോഷം കൊണ്ട് ഇങ്ങനെ ചാടി കളിച്ചണ പോലെ മുട്ടായിട്ടാനേ. അപ്പോൾ ഒക്കെ ഇനി പെട്ടി പൊളിച്ചോണ്ടാവും. അതിനൊന്നും ഞാൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഒക്കെ സാറാണ് സംഗതി റെഡിയാണ്. അങ്ങനത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ.